നമസ്തേ. അപ്പൊ ഇന്ന് നമ്മുടെ കേരളത്തില് മാത്രം അങ്ങനെ അ- അലഞ്ഞിങ്ങനെ ഭയങ്കര പ്രശ്നമായി കിടക്കുന്ന ഒരു സംഗതിയാണ് സിനിമാ മേഖലയിലെ അമ്മ ഉലഞ്ഞാടിക്കൊണ്ടിരിക്കുന്നു. ഹേമയെ കൊണ്ട് അമ്മ ഉലഞ്ഞാടി ആകെപ്പാടുന്ന് തകർന്ന് തരിപ്പണമായി എന്നാണ് കാണുന്നത്. ഏകദേശം അതിന്റെ എല്ലാവരും രാജിവെച്ച് പോയി. ഓരോരുത്തരുടെ പേരിലും ഓരോ തരത്തിലുള്ള ആരോപണങ്ങളുടെ ഇങ്ങനെ അമ്പെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ആൾക്കാർ. ആ ഇവരൊക്കെ ഇത്രയും കാലം എവിടെ കിടന്നുറങ്ങിയായിരുന്നു ഇല്ലത് നമുക്ക് ആർക്കും അറിയില്ല. ആർക്കും ആർക്കും അറിയില്ല ഇവരൊക്കെ എത്ര കാലം എന്തായിരുന്നു ഇല്ലത്. കാരണം ഇവരെ വാതില് മുട്ടി, ഉന്തി തുറക്കാൻ നോക്കി, കൈ പിടിച്ചു, ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ പുറകിൽ നിന്ന് അമർത്തി പിടിച്ചു. നല്ല ആരോഗ്യവാനായ നല്ല ചെറുപ്പക്കാരൻ വളയുടെ മേലെ പിടിച്ചു, കഴുത്തിന്റെ മേലെ തൊട്ടു, മുടിയിൽ ഒഴിഞ്ഞു. ഏ എന്തൊക്കെ തമാശയല്ലേ. ഭയങ്കര ഇതൊക്കെയാണ് ഇപ്പോ ഭയങ്കര ട്രെൻഡായില്ലേ കാര്യങ്ങള്. ഇവരൊക്കെ എന്താ ഈ പറയുന്നത് എന്നില്ല മനസ്സിലായത്. ഇതൊക്കെ ഇങ്ങനെ പീഡനമാകുമോ എന്ന് എനിക്ക് മനസ്സിലാവില്ല. ചിലപ്പോ ഈ കുളിമുറിന്റെ ബാക്കിന്ന് വരുന്ന സമയത്ത് മൂത്രമൊഴിച്ച് വരുമ്പോ ഒന്നായിട്ട് കയറി പിടിച്ച് എന്ന് പറയുന്നത് ചിലപ്പോ ഒരു പീഡനത്തിൽ നമുക്ക് കൂട്ടാം. അല്ലാതെ ഈ കഴുത്തിന്റെ മേലെ ഒന്ന് തൊട്ടുപോയി എന്ന് പറഞ്ഞപ്പോ അതൊരു പീഡനമായിട്ട് അങ്ങോട്ട് കരുതി. അപ്പൊ പിന്നെ റൂമിന്റെ വാതില് മറ്റേ ശരീരത്തെ തൊട്ടതൊരു പീഡനമാണല്ലോ. പിന്നെ വാക്കുകൾ കൊണ്ടും പീഡനമുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഈ വാതില് മുട്ടിയാൽ എങ്ങനെ പീഡനമാകുക എന്ന് എനിക്ക് മനസ്സിലായില്ല. വാതിലിന്റെ മേലെ ചിലപ്പോ ആരാ മുട്ടിയത് തന്നെ അറിയില്ലല്ലോ. അതും പീഡനാന്നാ പറയുന്നത്. അങ്ങനെ ഈ പീഡനത്തിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് ഇനിയിപ്പോ കോടതി പറഞ്ഞു തരേണ്ടി വരും. എന്നാലേ നമുക്കിപ്പോ മനസ്സിലാവില്ല ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള പീഡനങ്ങളാണ് നമ്മുടെ ഭരണഘടന പ്രകാരം ഉള്ളതെന്ന്. കാരണം ആൺകുട്ടികൾ കംപ്ലീറ്റ് ഇനിയിപ്പോ വല്ല കടുക്കന്റെ വെള്ളം കുടിച്ച് നടക്കേണ്ടിയിരുന്നാ തോന്നുന്നത്. അങ്ങനത്തെ സ്ഥിതിയാണ് ആളുകൾ ഇത് കാണുന്നത്. ഉം. കാരണം ആണുങ്ങളെ കാര്യം കംപ്ലീറ്റ് പോക്കാണ്. കാരണം പെണ്ണുങ്ങൾ മുഖത്തേക്ക് നോക്കാൻ പറ്റൂല. നോക്കിയിട്ടുണ്ടെങ്കിൽ കുടുങ്ങിയ മാതിരിയാ. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച മക്കളെ. ഇനി നടക്കുമ്പോൾ വളരെ കാരണം ഇനി എന്ത് തമാശയൊക്കെ പറഞ്ഞാലും സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ സംഗതിയിൽ നമുക്ക് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല. ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതി തന്നെയാണ്. നമ്മളെ വീട്ടിൽ നിന്ന് തുടങ്ങി അങ്ങോട്ട് റോഡ് വരെ പറഞ്ഞാൽ എല്ലാ ഭാഗത്തുമുള്ള എങ്ങനെയായാലും നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആരാണ് നമ്മളെ ഭാര്യ ആയാലും ശരി, നമ്മളെ പെൺകുട്ടികളായാലും ശരി, നമ്മളെ അനിയത്തി ആയാലും ശരി, ആരായാലും ശരി, അവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ അറിയുന്നവരായ പെൺകുട്ടികളും കാര്യങ്ങളും കുടുംബക്കാരൊക്കെ ആയിട്ട് ഈ സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു വലിയ സമൂഹത്തിന്റെ ഒരു സുരക്ഷയെ പറ്റി നമുക്കൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല. അത് അവർക്ക് വേണ്ടതായ സുരക്ഷിതത്വമൊക്കെ വേണം. അതില്ലാത്ത ഒരു ലോകത്തിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതങ്ങനെ എന്തായാലും അത് എന്താണ് ആണുങ്ങൾ അത്രയും കാടത്തരമായി പോകുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ചില ഈ സിറ്റീസിലില്ലേ ചെറിയ ചടിയേണ്ടി വരുന്നുണ്ട്. സിറ്റീസിന്റെ അകത്തൊക്കെ ഉള്ള ഒരു വലിയ ഒരു അത്ഭുതം എന്താ വെച്ചാ പെൺകുട്ടികൾ തന്നെയാണ് ഇതിനൊക്കെ ഒരു പ്രലോഭനം എന്നെനിക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആണുങ്ങൾ ഈ സെക്സിനെ നമ്മൾ ഇങ്ങനെ സൈക്കോളജിസ്റ്റുകളൊക്കെ ആൾക്കാർ പറയുന്നതൊക്കെ കേട്ടതാണ്. ആണുങ്ങൾ എപ്പോഴും ഈ കണ്ട് രസിക്കാനും അതങ്ങനെ കണ്ടാ മതി. കണ്ടാൽ തന്നെ ആണുങ്ങൾ ഒരു വികാരഭരിതരായി തീരും എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് തൊട്ടുരുമ്പിയാൽ മാത്രമേ അവർക്ക് ആ സെക്സ് ഉണരൂ എന്നും പറയപ്പെടുന്നു. ഇതൊക്കെ ചില സൈക്കോളജിസ്റ്റുകളും സെക്സോളജിസ്റ്റുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ ഈ വീഡിയോകളൊക്കെ കണ്ടതിന്റെ മേൽ പറയട്ടോ. അല്ലാണ്ട് എനിക്ക് ഇതിനെ പറ്റി വലിയ വിവരം ഉണ്ടായിട്ട് പറയല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇല്ലേ ഒരു കാലഘട്ടം അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നു. പഠിച്ചവര് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞതിന്റെ ഓരോ കഥ കേട്ടിട്ടുമുണ്ട് നമ്മള്. ഇപ്പൊ നമ്മൾ ഈ വലിയ സിറ്റിയിലൊക്കെ നമ്മളിപ്പം കാണുന്ന ഒരു പ്രവണത എന്താ വെച്ചാല് ആണുങ്ങൾ മുഴുവൻ നല്ല മുഴുവസ്ത്രത്തിലാണ്.
പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് വളരെ വൃത്തിയായിട്ടാണ് നടക്കുക. പക്ഷെ ഒരു സ്ത്രീകളും ഒരു രാത്രി ഒരു 8:30 9 മണിയായി കഴിഞ്ഞാൽ, ഇപ്പൊ ബാംഗ്ലൂർ മാതിരത്തൊരു നഗരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കുട്ടികളും ചെറിയ ജഡ്ഡി ട്രൗസർ ഇതിട്ടിട്ടാണ് റോട്ടിൽ ഉണ്ടാകുക. ഇത് ഞാൻ വെറുതെ പറയുന്നൊന്നല്ല. നിങ്ങൾ ഇവിടെ വന്ന് ബാംഗ്ലൂരൊക്കെ വന്ന് സിറ്റിയുടെ അകത്തെ കൂടി എല്ലാവരും, ഇപ്പൊ കേരളത്തിൽ ഒരുവിധ ആളൊക്കെ ഈ ബാംഗ്ലൂർ ടച്ച് ചെയ്തൊക്കെ പോകാത്ത ആരുണ്ടാവില്ല. ഏറ്റവും അടുത്ത വലിയൊരു നഗരമായത് കൊണ്ട് എല്ലാവരും വരുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ വന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ആഭാസകരമായ ഒരു രംഗമാണ് ഇവിടുത്തെ ചർച്ച് സ്ട്രീറ്റ്, ബ്രിഗേഡ് റോഡിലെ കൂടെയൊക്കെ രാത്രി കാലങ്ങൾ അവിടെ നൈറ്റിലാണ് എല്ലാം തുടങ്ങുക. അപ്പൊ അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടികൾ വളരെയധികം ഒരു പ്രലോഭപരമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടാണ് നമുക്ക് റോട്ടിൽ കാണുക. അപ്പൊ അതൊക്കെ കുറച്ചൊന്ന് ഈ ആണുങ്ങൾ മാത്രം ഇങ്ങനെ വല്ലാണ്ട് കുറ്റം പറയരുത്. നിങ്ങൾ നോക്കി തോണ്ടി കുത്തി ബാത്റൂം തട്ടി അങ്ങനെ ഇങ്ങനെയാക്കി അവസാന ഘട്ടത്തിന്റെ അതിന്റെ അപ്പുറത്തെ ഏറ്റവും വലിയാണ് റേപ്പിസ്റ്റ്, റേപ്പ് എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ വരുന്നത്. അപ്പൊ അതിനില്ല ഒരു വഴി വെച്ചു കൊടുക്കാതിരിക്കുക. ആണുങ്ങൾ വൃത്തികെട്ടവരാണെന്ന് തന്നെ നിങ്ങൾ പറഞ്ഞോളൂ. ആണുങ്ങളെ പറ്റി നമുക്ക് പറയാം, അവർ വൃത്തികെട്ട ആൾക്കാർ തന്നെ നമുക്ക് വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാം. വിശേഷിപ്പിച്ചോളൂ, നിങ്ങൾ അങ്ങനെ വിശേഷിപ്പിക്കുന്ന ആൾക്കാരാണ്. കാരണം ഈ അതില് ഇതായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ നിങ്ങൾ എന്നെയും പറയും. അപ്പൊ അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞാലും എന്ത് തന്നെയായാലും നിങ്ങൾ ചെറിയൊരു തോതിൽ ഇതിനൊക്കെ ഒരു മാന്യതയും, ഒരു രാത്രി കാലങ്ങളിൽ പോകുമ്പോ ഒരാണായ നമുക്ക് പേടിയാകുകയാണ് ഇത് കാണുമ്പോ. ഒറ്റക്ക് നമ്മളെ മലയാളികളാ കൂടുതൽ ഒറ്റക്ക് പോവുകയാണ്, ട്രൗസറൊക്കെ ഇട്ട് സിഗരറ്റ് വലിച്ച് ഒരു കയ്യിൽ ബീറിന്റെ കുപ്പി. എവിടെ എത്തി? ഇവിടുത്തെ പോലീസുകാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പറയാൻ, നിങ്ങൾ മലയാളികൾ വളരെ മോശമായിട്ടോ എന്നാ പറയുക. അത്ര വൾഗറായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു 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 മറ്റില്ല ഇതേ തരത്തിൽ വെള്ളം അടിച്ച് അപ്പൊ ചിലപ്പോൾ ചോദിക്കും ഇതെന്താ ഇത് കണ്ടാൽ അപ്പൊ തന്നെ മറ്റേ ആണിന് അങ്ങോട്ട് ഇളകണോന്നൊക്കെ ചോദിക്കും. ഇളക്കുകയാണല്ലോ. ഈ പ്രകൃതിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയിട്ടത്, ദൈവം ഉണ്ടാക്കിയിട്ടത് രണ്ട് സാധനമായിട്ട് തന്നെയാണല്ലോ. ആണ് പെണ്ണ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വർഗത്തിന് ഉണ്ടാക്കിയിട്ടതും രണ്ട് സെക്സ് ആയിട്ട് ഉണ്ടാക്കിയിട്ടതും രണ്ട് തരത്തിലുള്ള ശരീര ചൂടും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ അടുത്തു കൂടെ ഇങ്ങനെ വരുമ്പോണ്ടാവുന്ന ചില വികാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടത് ദൈവം അങ്ങനെയാണല്ലോ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ ലോകത്ത്. അങ്ങനെ നമ്മൾ സൃഷ്ടിച്ച് നമ്മൾ ഉണ്ടാക്കിയത് അങ്ങനെയായി പോയി. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ചില സംഗതികളാണ് ആയിരിക്കാം ഇതൊക്കെ. അപ്പൊ അതിനു വേണ്ടി വഴി വെച്ച് കൊടുക്കാതിരിക്കുന്നത് എപ്പോഴും നന്നാവൂലേ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ ഞാൻ രാത്രി എന്റെ മകനെയൊക്കെ കൂട്ടാൻ വേണ്ടി പോകാറുണ്ട്. അവര് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ രാത്രി ലേറ്റ് ആവും, കൂട്ടി അപ്പൊ ദിവസം കാണുന്ന രംഗങ്ങളത്. ഒരു 3 4 ചെക്കന്മാരുണ്ടാവും. പെൺപിള്ളേർ ട്രൗസറൊക്കെ ഇട്ടിട്ട് റോഡിലെ കൂടെയൊക്കെ കൈയിട്ട് സിഗരറ്റൊക്കെ വലിച്ച് കെട്ടിപ്പിടിച്ച് കടന്ന് ഇപ്പൊ പോലീസുകാർക്കൊന്നും പറയാൻ പറ്റില്ല. സുപ്രീം കോടതിന്റെ ഓർഡർ എന്തുണ്ട്, അതൊക്കെ പ്രായപൂർത്തിയായവർക്ക് സ്വാതന്ത്ര്യമാണ് എന്നാ പറഞ്ഞത്. അപ്പൊ ഒരു സ്വാതന്ത്ര്യത്തിലൊക്കെ എന്തൊക്കെയോ പോകുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും പറയാനും പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞോ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് അയാളെ പണി പോകും. അയാളെ വീട്ടില് ഭാര്യയും മക്കളെയും പോറ്റാനില്ലതാണ് അയാൾക്ക്. പോലീസുകാരന്റെ ഭാര്യയും മക്കളെയൊക്കെ പോറ്റാനുണ്ട്. അപ്പൊ ഈ വെറുതെ ഇവനെ പിടിച്ചുകൊണ്ടിട്ട് അവിടെ ഇരുത്തിയതിനെ കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോലില്ല. ഇവനൊട്ട് നന്നാവൂല്ല, പോലീസുകാരന്റെ പണിയും പോകും. അങ്ങനെയല്ലേ വലിയൊരു ഒരു പ്രശ്നമാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെറിയ വഴി വെച്ച് കൊടുക്കുന്ന പണികളൊക്കെ സ്ത്രീകൾ തന്നെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾ എന്ത് ചീത്ത തന്നെ പറഞ്ഞാലും വേണ്ടില്ല, ഇത് കേൾക്കുന്നതും കാണുന്നതുമായ ഏതെങ്കിലും സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഫെമിനിസ്റ്റ് ആയും കൊണ്ട് എന്നെ കുറച്ച് ചീത്ത പറഞ്ഞാലും വേണ്ട, എനിക്ക് ഡെയിലി കാണുന്ന സംഗതി ഒന്ന് പറയാൻ തോന്നി, അത് പറഞ്ഞോണ്ട്. അതേ ഒരു തരത്തിലുള്ള സംഗതികളൊക്കെ തന്നെയാണ് ഈ സിനിമാ ലോകത്തിന്റെ അകത്തും നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സിനിമ എന്ന് പറയുന്ന ലോകത്തിനെ പറ്റി നമ്മൾ ചെറുപ്പം മുതൽ കേട്ടത് എന്താ? നമ്മൾ ചെറുപ്പം മുതലിന്റെ അതിൽ അഭിനയിക്കാൻ പോകുന്ന ഒരു വിഭാഗത്തിനെ പറ്റി എന്തൊക്കെയാ പറയാറ്, എന്തൊക്കെയാ പറഞ്ഞ് കേൾക്കാറ്? സമൂഹത്തിന്റെ ഇടയിലും സൊസൈറ്റിന്റെ ഇടയിൽ തന്നെ അവരെ എങ്ങനെയാണ് കണ്ടിരുന്നത്? പിന്നെ അവര് ഫേമസ് ആവണം, അവർ പണക്കാരാവണം,
അവര് ഭയങ്കര സുന്ദരികളൊക്കെ ആയി ഭയങ്കര സംഭവമൊക്കെ ആയിട്ട് ഒരു ഞെട്ടിക്കലായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആ വിഭാഗത്തിനെ ജനങ്ങൾ അംഗീകരിക്കാറുള്ളൂ. എന്നാലും ബാക്കിൽ നിന്ന് പറയും സിനിമ നടി എന്ന് പറയും. അങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ഞാൻ പറയുന്നത് ചില സത്യങ്ങളാണ്. സത്യങ്ങൾ സത്യങ്ങളായി പറയുമ്പോ അതിനെ വല്ലാതെ വെറുക്കുന്ന ഒരുപാട് ജനം ഉണ്ടാവും. എന്നാലും ഒന്ന് പറയണം തോന്നിയോണ്ട് പറയട്ടോ. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചാളി. അപ്പൊ അതേ തരത്തിൽ ഈ സിനിമ ലോകത്തേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാരത്തി കുട്ടികളെ ഞാൻ കേട്ടിട്ടുണ്ട്. ചില നമ്മളൊക്കെ ഈ സിനിമന്റെ ആൾക്കാരൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പരിചയമുള്ള കൊണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അച്ഛനും അമ്മയും കൂട്ടി വരികയാണ് കുട്ടികളെ. കൂട്ടി വന്നുകൊണ്ട് അവരെ ഇതിലേക്ക് ഉന്തി വിടുകയാണ്. നിങ്ങൾ അവിടെ പോയിട്ട് ഭയങ്കര സംഭവം ആവണം എന്നൊക്കെ വേണ്ട. ചില സ്ത്രീകളല്ലാതെ വരുന്നതുണ്ട്. അങ്ങനെ പ്രൊഡക്ഷൻ മാനേജർ അടുത്ത് പോയി പ്രൊഡക്ഷൻ മാനേജറെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ അതിന്റെ അടുത്ത ഡയറക്ടറെ കണ്ട് അതിന്റെ മുകളിൽ കണ്ട് എന്തായാലും ഇപ്പൊ ഏതോ ഒരു പെൺകുട്ടി പറയുന്നതായിട്ട് കൊല്ലത്ത് പോയിട്ട് അവള് ഒറ്റക്ക് റൂം എടുത്തിട്ട് ഒരു കഥയായിട്ട് പോയിരിക്കുകയാണ്. എന്തോ ഒരു കഥയായിട്ട് ഇവിടുന്ന് പോവുകയാണ്. പോയിട്ട് കൊല്ലത്ത് റൂം എടുത്ത് താമസിച്ചിട്ട് ഈ ഡയറക്ടറെ കഥ കേൾക്കാൻ വേണ്ടി ഈ കുട്ടി അവരുടെ റൂമിലേക്ക് ആ സ്ത്രീയുടെ റൂമിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് അവിടെ നിന്ന് മോശമായിട്ട് അയാൾ പെരുമാറി എന്ന് പറയുന്നു. അപ്പൊ എന്തിനാണ് അങ്ങനെ ഒരു വഴി വെച്ചു കൊടുത്തത്? റൂം എടുക്കേണ്ട ആവശ്യമുണ്ടോ? പോയി കഴിഞ്ഞ് വേണമെങ്കിൽ അവർക്ക് റൂം എടുത്ത് അവിടുന്ന് ഫ്രഷപ്പ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും കൂട്ടണം. അങ്ങനെ ഫ്രഷപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം ഹോട്ടലിൽ ലോബിയിൽ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിച്ചാൽ പോരെ? അവിടെ ഇരുന്നിട്ട് അയാൾക്ക് കഥ കേട്ടാ പോരെ? അതെങ്ങനെ എനിക്ക് പറയാൻ പറ്റൂ എന്ന് പറയാനുള്ള തന്റെ ഇടം എന്താ? അപ്പൊ എങ്ങനെയെങ്കിലും എന്ത് തന്നെ സംഭവിച്ചാലും വേണ്ടിയില്ല എന്റെ സിനിമ ഒന്ന് പുറത്തിറങ്ങണമെന്നുള്ള ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്നിട്ട് ഇന്നിപ്പോ ആ സിനിമ ഇറങ്ങിയില്ല, ആ സിനിമക്ക് പിന്നെ ചാൻസ് കിട്ടിയില്ല, ഇതൊട്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുമ്പോ ഇന്ന് ഈ ചാൻസ് വന്നപ്പോ അവിടെ കൊടുത്തൊരു കുത്തൊരു പണി. അപ്പൊ അയാൾക്ക് അത് എണീച്ചെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാക്കി. അയാളെ പേരിലൊരു കംപ്ലൈന്റ്. അപ്പൊ അങ്ങനെ ഓരോ നടന്മാരും ഇതാ വള തൊട്ട് കാല് തൊട്ട് പിന്നെ നോക്കി വാതിൽ മുട്ടിയത് ആരാന്നറിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സിനിമാ ലോകത്തുള്ള നല്ല നല്ല ആൾക്കാരെ കൂടി വളരെ മോശമാക്കി പറഞ്ഞ് ആ ഒരു ഇൻഡസ്ട്രീനെ നശിപ്പിക്കുന്ന ഒരു പണിയാണ് ഇന്ന് കുറെ എന്തിനും തയ്യാറായിട്ടുള്ള കുറെ പെൺകുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരിത് കിട്ടിയ ഒരു ചാൻസിന്റെ ഉള്ളില് ഇങ്ങനെയൊക്കെ പറഞ്ഞു മുന്നോട്ട് പോയി എന്ന് എനിക്ക് തോന്നുന്നു. തോന്നുന്നത് പറയാതിരിക്കാന്ന് വരില്ല. ഇനി വേറെ ഒന്നുണ്ടെങ്കിൽ ഒരു കേസ് കൊടുക്കുന്നല്ലേ ഉള്ളൂ. എന്നാലും നമ്മൾ പറയേണ്ടത് പറയണല്ലോ. നമ്മളാരും മേലേക്കൊന്നും പാഞ്ഞു കയറുന്നില്ലല്ലോ. അങ്ങനെ നമ്മള് ഒരു കാര്യം കാണാൻ വേണ്ടി എന്ത് നെറുകേടും ചെയ്യുക എന്നുള്ളത് ഒരു ശരിയല്ലാത്ത കാര്യമാണ്. ഇന്നത്തെ നമ്മുടെ കോടതിയും ഈ നിയമങ്ങളിലൊക്കെ ഒരു മാറ്റം വരുത്തണമെന്ന് എനിക്ക് തോന്നുക. കാരണം ആണുങ്ങൾക്ക് ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തട്ടിപ്പോയാ പ്രശ്നമാണ്, ഒന്ന് നോക്കിപ്പോയാ പ്രശ്നമാണ്. ഒന്ന് മുട്ടിപ്പോയാൽ തട്ടിപ്പോയാൽ ഒന്ന് നോക്കിപ്പോയാലൊക്കെ പ്രശ്നമാണ്. ആണുങ്ങളെ കാര്യം അബദ്ധമായി കിടക്കുകയാണെന്നപ്പോ എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് കോടതി ആളുകൾക്ക് ഒന്ന് ഇറങ്ങി നടക്കാനില്ല ചെറിയൊരു പെർമിഷനൊക്കെ കൊടുക്കണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും നമ്മളെ അമ്മ എന്ന് പറയുന്ന സംഘടന അങ്ങനെ തുടച്ചു നീക്കി നല്ല സ്ഫടികം പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. മോഹൻലാൽ മുതൽ ഇങ്ങോട്ടില്ല എല്ലാ ആൾക്കാരും രാജിവെച്ച് എല്ലാരും പറഞ്ഞു ഇനി ഇതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആവട്ടെ, ഒരു 2 മാസം കഴിയട്ടെ എന്നാ പറയുന്നത്. ഈ പറഞ്ഞ പെണ്ണുങ്ങൾ ആരും എന്നാലും ഒരു കേസൊന്നും കൊടുത്തിട്ടില്ല എന്നാ എനിക്ക് തോന്നുന്നു. ആകെ ആരോ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ എവിടെയോ എഴുതിയിട്ടിട്ടുണ്ട്. ഈ കേസൊന്നും നിലനിൽക്കാൻ പോകുന്നതോ തെളിവുള്ളതോ കാര്യങ്ങളോ ഒന്നും അല്ല. വായി തോന്നിയ കോതക്ക് പാട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ആൾക്കാരെ. ഭയങ്കര രസകരമായ ഒരു സംഗതി തന്നെയാണ് ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ സുരക്ഷയുടെ പേരില് ഇതൊരു ചൂഷണമായി മാറരുത് എന്ന് മാത്രമേ ഒരാണുങ്ങളായ നമുക്ക് പറയാനുള്ളൂ. സ്ത്രീ സുരക്ഷ വേണം. എല്ലാ സ്ത്രീകൾക്കും സുരക്ഷിതത്വം ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ചില ലൂപ്പ് ഹോളുകള് ഇന്ന് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായി മാറരുത്. ആണുങ്ങളെ അങ്ങനെ ഒരു ചൂല് മാതിരി ആക്കരുത് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. ആണുങ്ങൾ ഒരു ചൂല് മാതിരി ആയി പോവുകയാണ്.
ഒന്നിലും കൊള്ളാണ്ടാകുകയാണ്. അവർക്ക് ഒന്നിനും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവര് അവ എന്ത് ചെയ്താലും കുടുങ്ങല്ലേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് മാക്സിമം സുരക്ഷിതത്വം വരട്ടെ. ഈ സിനിമാ ലോകം ഒന്ന് തെളിഞ്ഞ് അഴിച്ച് നല്ല വൃത്തിയായിക്കൊണ്ട് നല്ല മുന്നോട്ട് പോകട്ടെ. അവിടെ സിനിമാ ലോകം ഒന്നും കൂടി ഉഷാറാകട്ടെ. അവിടെ ഗംഭീരമായ സിനിമകൾ ഇനിയും ഇറങ്ങട്ടെ. ഒരുപാട് ഒരുപാട് നടികൾ ഉണ്ടാകട്ടെ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ സൗമ്യതയോടു കൂടി എല്ലാവരും മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു ചാൻസ് ഉണ്ടാകട്ടെ. അല്ലാതെ വലിയൊരു സിനിമാ ലോകം ഒന്നുമില്ലാതെ ആയി പോകാതെ ഇരിക്കണമേ എന്നുകൂടി പ്രാർത്ഥിക്കട്ടെ. കാരണം സിനിമ കാണാതിരിക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് സിനിമാ ലോകം ഇനിയും ഗംഭീരമാകണം. അതിനുള്ള എല്ലാ ഒരു ഒരു വിഷ് ചെയ്യണേ നമ്മള്. ഭാവങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കട്ടെ. എന്തെങ്കിലും തെറ്റു പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഇനി അവിടെയും വന്ന് ഒത്തുതീർപ്പുണ്ടാക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നമസ്തേ, നമസ്കാരം.